സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രക്കിടെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന വൻ ലോട്ടറിയാണ് ആൻഡമാൻ ദ്വീപ സമൂഹത്തിനോട് ചേർന്ന സമുദ്രമേഖലയിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രകൃതിവാതക സാന്നിധ്യം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആഗോളതലത്തിൽ എണ്ണവാതക വിപണികൾ അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷ പകരുന്ന കണ്ടെത്തലാണ് ആൻഡമാൻ തീരത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ആൻഡമാൻ ദ്വീപ സമൂഹത്തോട് ചേർന്ന സമുദ്രമേഖലയിലെ പര്യവേക്ഷണത്തിനിടെ വൻതോതിലുള്ള പ്രകൃതിവാതക സാന്നിധ്യം കണ്ടെത്തിയതായാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചത്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താനും ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാനും ഈ കണ്ടെത്തലിന് കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ ആഴക്കടൽ ഊർജ്ജ സമ്പത്ത് കണ്ടെത്താനും വികസിപ്പിക്കാനും ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സമുദ്രമന്ഥൻ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ നേട്ടം. 2025 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സുപ്രധാന പദ്ധതി പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ സമുദ്രാതിർത്തിക്കുള്ളിലെ എണ്ണവാതക വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആൻഡമാൻ ബേസിനിൽ എണ്ണവാതക പര്യവേക്ഷണം നടത്തുന്ന ശ്രീ വിജയപുരം 3 എന്ന കിണറിലാണ് പ്രകൃതിവാതക സാന്നിധ്യം കണ്ടെത്തിയത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1900 മീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് നടത്തിയപ്പോഴാണ് വാതകത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ലഭിച്ച വാതകത്തിന്റെ അളവും ഗുണമേന്മയും സംബന്ധിച്ച വിശദമായ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആൻഡമാൻ മേഖലയിലായി കുഴിച്ച 3 പര്യവേക്ഷണ കിണറുകളിൽ 2 ഹൈഡ്രോ കാർബൺ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞത് വിദഗ്ധർ വലിയ നേട്ടമായാണ് കാണുന്നത്. കൂടുതൽ പരിശോധനകൾ പൂർത്തിയാകുന്നതോടെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപാദനം സാധ്യമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരും. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്തൃ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. എന്നാൽ ഉപയോഗിക്കുന്ന എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വലിയൊരു പങ്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു. അതിനാൽ തന്നെ അന്താരാഷ്ട്ര വിപണിയിലെ വിലവർധനയും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ഇന്ത്യയെ നേരിട്ട് ബാധിക്കാറുമുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ എണ്ണവാതക വിതരണത്തിൽ തടസ്സം നേരിടുകയും വില കുതിച്ചുയരുകയും ചെയ്യുന്നു. അതിന്റെ പ്രതിഫലനം LPG സിലിണ്ടർ വില മുതൽ വൈദ്യുതി ഉൽപാദന ചെലവ് വരെ പല മേഖലകളിലും അനുഭവപ്പെടുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആഭ്യന്തര വാതക ശേഖരത്തിന്റെ കണ്ടെത്തൽ വലിയ പ്രതീക്ഷ പകരുന്നത്. ഇന്ത്യയുടെ വാർഷിക ഊർജ്ജ ഇറക്കുമതി ബിൽ ലക്ഷക്കണക്കിന് കോടി രൂപയാണ്. പ്രകൃതിവാതകത്തിന്റെ കാര്യത്തിലും രാജ്യം വലിയ തോതിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നു. ആൻഡമാനിലെ കണ്ടെത്തൽ വാണിജ്യാടിസ്ഥാനത്തിൽ വിജയകരമാകുന്നുവെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വാതക ഇറക്കുമതി കുറയ്ക്കാൻ അത് വഴിയൊരുക്കും. അത് വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും രാജ്യത്തിന്റെ വ്യാപാര കമ്മി കുറയ്ക്കാനും സഹായകമാകും. കൽക്കരിയെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളെയും അപേക്ഷിച്ച് മലിനീകരണം കുറവുള്ള ഇന്ധനമാണ് പ്രകൃതിവാതകം. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള ആഗോള ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രകൃതിവാതകത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. 2030 രാജ്യത്തിന്റെ ആകെ ഊർജ്ജ ഉപഭോഗത്തിൽ പ്രകൃതിവാതകത്തിന്റെ പങ്ക് നിലവിലെ 6% നിന്ന് 15% ഉയർത്തുകയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ ആൻഡമാനിലെ പുതിയ കണ്ടെത്തൽ നിർണായക പങ്ക് വഹിക്കുമെന്നതിൽ തർക്കമില്ല. CNG വാഹനങ്ങൾ, വീടുകളിലെ പൈപ്ഡ് ഗ്യാസ് വിതരണം, വളം നിർമ്മാണശാലകൾ, വൈദ്യുതി നിലയങ്ങൾ, വിവിധ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകൾ പ്രകൃതിവാതകത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആഭ്യന്തര ഉൽപാദനം വർദ്ധിക്കുന്നതോടെ ഈ മേഖലകൾക്ക് സ്ഥിരതയാർന്ന ഇന്ധന ലഭ്യത ഉറപ്പാക്കാനാകും. അതോടൊപ്പം പുതിയ അടിസ്ഥാന സൗകര്യ വികസനത്തിലും നിക്ഷേപത്തിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനും പുതിയ പ്രകൃതിവാതക സാന്നിധ്യ കണ്ടെത്തൽ വഴിയൊരുക്കും. ആൻഡമാൻ മേഖലയിലെ കൂടുതൽ പര്യവേക്ഷണങ്ങൾക്ക് നിലവിലെ കണ്ടെത്തൽ പ്രചോദനമാകുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.